ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നാം ഡിസ്കസ് ചെയ്യുന്നത് 2ാം ക്ലാസ്സിലെ മാത്തമാറ്റിക്സ് ആക്ടിവിറ്റി ടെസ്റ്റിലെ യൂണിറ്റ് 10 പ്രിറ്റി റിലേഷൻസ് എന്ന പാഠഭാഗമാണ്. വർക്ക്ഷീറ്റ് 72 സം ഓഫ് ഡിജിറ്റ്സ്. റൈറ്റ് 2 ഡിജിറ്റ് നമ്പേഴ്സ് വിത്ത് സം ഓഫ് ഡിജിറ്റ്സ് 9. എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? അക്കങ്ങളുടെ തുക 9 വരുന്ന രണ്ടക്ക സംഖ്യകൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അക്കങ്ങളുടെ തുക 9 വരുന്ന രണ്ടക്ക സംഖ്യകൾ ഇവിടെ രണ്ടെണ്ണം തന്നിട്ടുണ്ട്. 18, 27. 18 നോക്കാം. അക്കങ്ങളുടെ തുക 1 + 8 = 9. 2, 7, 27 അല്ലേ? ഈ 2ഉം 7ഉം കൂട്ടുമ്പോൾ എത്ര കിട്ടും? 9. ഇതുപോലെ ബാക്കിയുള്ള രണ്ടക്ക സംഖ്യകൾ കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. തുക 9 കിട്ടുന്ന രണ്ടക്ക സംഖ്യകൾ ക്രമത്തിൽ എഴുതാം. 18, 27, 36, 45, 54, 63, 72, 81, 90. അക്കങ്ങളുടെ തുക 9 വരുന്ന രണ്ടക്ക സംഖ്യകൾ 9 എണ്ണം ഉണ്ട്. ആഡ് ദ ഡിജിറ്റ്സ്. മക്കളെ, ഒരു സംഖ്യയും അതിൻ്റെ അക്കങ്ങൾ തിരിച്ചിട്ട സംഖ്യയും തമ്മിൽ കൂട്ടുമ്പോൾ എപ്പോഴും ഒരു പ്രത്യേക ക്രമം ലഭിക്കും. നോക്കൂ, 18 + 81 = 99. 27 + 72 = 99. 36 + 63 = 99. 45 + 54 = 99. അടുത്ത കോളത്തിലെ ഉത്തരമായി കിട്ടിയ 99ലെ അക്കങ്ങളുടെ തുക എഴുതി കൂട്ടിയിരിക്കുന്നു. എത്രയാണ് കിട്ടിയ അക്കങ്ങളുടെ തുക? 18. ബാക്കിയുള്ളതും അതുപോലെ ചെയ്യുക. മക്കളെ, മൂന്നാമത്തെ കോളത്തിൽ എന്താ വരുന്നത്? രണ്ടാമത്തെ കോളത്തിൽ ഉത്തരമായി കിട്ടിയ 18ലെ അക്കങ്ങളുടെ തുക എഴുതി കൂട്ടിയിരിക്കുന്നു. അപ്പോൾ അക്കങ്ങളുടെ തുക എത്രയാണ് കിട്ടിയത്? 1 + 8 = 9. ബാക്കിയുള്ളതും ഇതേ മാതൃകയിൽ ചെയ്യുക. അടുത്ത ചോദ്യം നോക്കൂ. റൈറ്റ് 2 ഡിജിറ്റ് നമ്പേഴ്സ് വിത്ത് സം ഓഫ് ഡിജിറ്റ്സ് 8. അക്കങ്ങളുടെ തുക 8 വരുന്ന രണ്ടക്ക സംഖ്യകൾ എഴുതൂ. ആൻസർ നോക്കാം. 17, 26, 35, 44, 53, 62, 71, 80. അക്കങ്ങളുടെ തുക 8 വരുന്ന രണ്ടക്ക സംഖ്യകൾ 8 എണ്ണം ഉണ്ട്. ഇവയിലെ ഒരു സംഖ്യയും അതിലെ അക്കങ്ങൾ തിരിച്ചിട്ട സംഖ്യയും തമ്മിൽ കൂട്ടുമ്പോൾ എപ്പോഴും ഒരു പ്രത്യേക ക്രമം ലഭിക്കും. ഇനി നമുക്ക് ഇവയിലെ രണ്ട് സംഖ്യകൾ കൂട്ടി എഴുതിയിരിക്കുന്നതാണ് ഇവിടെ തന്നിട്ടുള്ളത്. 17 + 71 = 88. 26 + 62 = 88. ബാക്കി നമുക്ക് എഴുതാം. 35 + 53 = 88. 44 + 44 = 88. ഇനി നമുക്ക് ഉത്തരമായി കിട്ടിയ സംഖ്യയുടെ അക്കങ്ങൾ തമ്മിൽ കൂട്ടി എഴുതിയിരിക്കുന്നത് നോക്കാം. ഒരെണ്ണം അവിടെ തന്നിട്ടുണ്ട്. 8 + 8 = 16. ബാക്കി അതുപോലെ എഴുതാം. നോക്കൂ മക്കളെ, നമുക്ക് 16 ഉത്തരമായി കിട്ടി. അപ്പോൾ ഈ 16ലെ അക്കങ്ങൾ തമ്മിൽ കൂട്ടി നോക്കാം. 1 + 6 = 7. ബാക്കി അതുപോലെ എഴുതാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. റൈറ്റ് 2 ഡിജിറ്റ് നമ്പേഴ്സ് വിത്ത് സം ഓഫ് ഡിജിറ്റ്സ് 10. അതായത് മക്കളെ, അക്കങ്ങളുടെ തുക 10 വരുന്ന രണ്ടക്ക സംഖ്യകൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ആൻസർ നോക്കാം. 19, 28, 37, 46, 55, 64, 73, 82, 91. വർക്ക്ഷീറ്റ് 73 പാസ്വേഡ്. ഫൈൻഡ് ദ മൊബൈൽ ലോക്ക് ഓഫ് മിനി. ഇവിടെ മൊബൈൽ ലോക്ക് നമ്പർ കണ്ടുപിടിക്കാമോ എന്നതാണ് പ്രവർത്തനം. ഇവിടെ 10 ചതുരം ബോക്സുകൾ തന്നിട്ടുണ്ട്. റീഡ് ദ ഫോളോയിങ് ആൻഡ് ഫിൽ ഇൻ ദ ബോക്സസ്. താഴെ കുറച്ച് നിർദ്ദേശങ്ങൾ തന്നിട്ടുണ്ട്. ആ നിർദ്ദേശങ്ങൾ ശ്രദ്ധയോടെ കേട്ട് എന്താണോ പറഞ്ഞിരിക്കുന്നത് അത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് മൊബൈൽ ലോക്ക് നമ്പർ കണ്ടുപിടിക്കാൻ സാധിക്കും. ഫസ്റ്റ് നിർദ്ദേശം നോക്കൂ. ലാസ്റ്റ് ഡിജിറ്റ് ഈസ് 3. അവസാന അക്കം 3 ആണ്. 9th ഡിജിറ്റ് ഈസ് ഡബിൾ ദ ലാസ്റ്റ് ഡിജിറ്റ്. അവസാന അക്കത്തിൻ്റെ ഇരട്ടിയാണ് 9ാമത്തെ അക്കം. അപ്പോൾ അവസാനത്തെ അക്കം ഏതാ? 3. 3യുടെ ഡബിൾ എത്രയാണ്? 6. നെക്സ്റ്റ് നോക്കൂ. ദ 8th ഡിജിറ്റ് ഈസ് 1 ആഡഡ് ടു 1. ഒന്നിനോട് 1 ചേർന്നാലുള്ള സംഖ്യ 8ാമത്തെ അക്കമാണ്. മക്കളെ, ഒരു സംഖ്യയോട് ഒരു സംഖ്യ കൂടെ ചേർന്നാൽ എത്രയാണ്? 2 അല്ലേ? അപ്പോൾ 8ാമത്തെ കളത്തിൽ എഴുതേണ്ട അക്കം ഏതാ? 2. ദ ഫസ്റ്റ് ഡിജിറ്റ് ഈസ് ദ സം ഓഫ് 8th ഡിജിറ്റ് ആൻഡ് ദ ലാസ്റ്റ്. അവസാന അക്കവും 8ാമത്തെ അക്കവും കൂട്ടിയതാണ് ആദ്യത്തെ അക്കം. മക്കളെ, അവസാനത്തെ അക്കം ഏതാ? 3 അല്ലേ? അപ്പോൾ 8ാമത്തെ അക്കം ഏതാ? 2. അപ്പോൾ 3 + 2 = 5. അപ്പോൾ ഫസ്റ്റ് അക്കം ഏതാ?
5. നെക്സ്റ്റ് നോക്കൂ, ദ ഫിഫ്ത്ത് ഡിജിറ്റ് ഈസ് 1 ലെസ് ദാൻ ദ ഫസ്റ്റ് ഡിജിറ്റ്. ആദ്യത്തേതിൽ നിന്ന് 1 കുറഞ്ഞതാണ് അഞ്ചാമത്തെ അക്കം. അപ്പോൾ ഒന്നാമത്തെ അക്കം ഏതാ? 5. അഞ്ചാമത് വരുന്ന അക്കം ഏതാ? 5 മൈനസ് 1 എത്ര? 4. നെക്സ്റ്റ്, ദ സെക്കൻഡ് ഡിജിറ്റ് ഈസ് ദ 18th ഡിജിറ്റ് സബ്ട്രാക്റ്റഡ് ഫ്രം ദ ഫസ്റ്റ്. ഒന്നാമത്തേതിൽ നിന്ന് എട്ടാമത്തേത് കുറച്ചാൽ രണ്ടാമത്തെ അക്കം കിട്ടും. ഒന്നാമത്തെ അക്കം 5, എട്ടാമത്തെ അക്കം 2. അപ്പോൾ 5 മൈനസ് 2 ഈക്വൽ ടു 3. അപ്പോൾ രണ്ടാമത്തെ അക്കം 3. ദ തേർഡ് ഡിജിറ്റ് ഈസ് ഡബിൾ ദ 8th. എട്ടാമത്തെ അക്കം സംഖ്യയുടെ ഇരട്ടിയാണ് മൂന്നാമത്തെ അക്കം. മക്കളെ, എട്ടാമത്തെ അക്കം ഏതാ? 2. 2വിൻ്റെ ഡബിൾ എത്രയാണ്? 4. അപ്പോൾ മക്കളെ, തേർഡ് ഡിജിറ്റ് ഏതാണ്? 4. ദ ഫോർത്ത് ഡിജിറ്റ് ഈസ് ദ സെയിം ആസ് ദ 9th. ഒമ്പതാമത്തെ അക്കം തന്നെയാണ് നാലാമത്തെ അക്കവും. ഒമ്പതാമത്തെ അക്കം ഏതാ? 6. അപ്പോൾ 6 തന്നെയാണ് നാലാമത് വരുന്ന അക്കവും. നെക്സ്റ്റ് നോക്കൂ, ദ സിക്സ്ത് ഡിജിറ്റ് ഈസ് ദ സം ഓഫ് ദ ഫോർത്ത് ആൻഡ് ലാസ്റ്റ്. നാലാമത്തെ അക്കവും അവസാനത്തെ അക്കവും കൂട്ടിയതാണ് ആറാമത്തെ അക്കം. മക്കളെ, നാലാമത്തെ അക്കം 6, അവസാനത്തെ അക്കം 3. അപ്പോൾ ഈ രണ്ട് നാലാമത്തതും അവസാനത്തതും കൂട്ടിയതാണ് എത്രാമത്തെ? ആറാമത്തെ അക്കം. അപ്പോൾ എത്രയാ? 6 + 3 = 9. അപ്പോൾ ആറാമത്തെ അക്കം ഏതാ? 9. ദ സെവൻത് ഡിജിറ്റ് ഈസ് ദ ഡിഫറൻസ് ഓഫ് ദ തേർഡ് ആൻഡ് ദ ഫോർത്ത്. നാലാമത്തെ അക്കവും മൂന്നാമത്തെ അക്കവും തമ്മിലുള്ള വ്യത്യാസമാണ് ഏഴാമത്തെ അക്കം. നാലാമത്തെ അക്കം 6, മൂന്നാമത്തെ അക്കം 4. അപ്പോൾ ഇതിൻ്റെ ഡിഫറൻസ് ആണ് 6 - 4 = 2. അപ്പോൾ ഏഴാമത്തെ അക്കം ഏതാ? 2. വർക്ക്ഷീറ്റ് 74. 2 ഡിജിറ്റ് നമ്പേഴ്സ്, രണ്ടക്ക സംഖ്യകൾ. 3 കാർഡ്സ്, ചൂസ് 2 ഓഫ് ദം ടു മേക്ക് 2 ഡിജിറ്റ് നമ്പേഴ്സ്. 3 കാർഡുകൾ ഉണ്ട് അല്ലേ ഇവിടെ? 6, 5, 4. ഇവയിൽ 2 വീതം ചേർത്ത് രണ്ടക്ക സംഖ്യകൾ ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. 6, 5, 4 എന്നീ ഡിജിറ്റ്സ് ഉപയോഗിച്ച് ഉണ്ടാക്കാവുന്ന 2 ഡിജിറ്റ് നമ്പേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. 65, 64, 56, 54, 46, 45. അടുത്ത് നോക്കൂ, അവിടെ ഒരു ചോദ്യമുണ്ട്. ഹൗ മെനി നമ്പേഴ്സ്? എത്ര സംഖ്യകളുണ്ട്? 6. 7 യൂസ് ദിസ് കാർഡ് ഓൾസോ ആൻഡ് റൈറ്റ് അതർ 2 ഡിജിറ്റ് നമ്പേഴ്സ്. ഇനി 7 എന്ന കാർഡ് കൂടി ചേർത്ത് മറ്റു രണ്ടക്ക സംഖ്യകളും ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. മക്കളെ, പുതിയ കാർഡ് 7 കൂടി ഉൾപ്പെടുത്തുമ്പോൾ ഇപ്പോൾ 6, 5, 4, 7 എന്നീ 4 അക്കങ്ങളുണ്ട്. 4 കൂടി ഉൾപ്പെടുത്തി നിർമ്മിക്കാവുന്ന രണ്ടക്ക സംഖ്യകൾ ഏതൊക്കെയാണ്? മക്കളെ, നമുക്ക് നേരത്തെ 6 സംഖ്യകൾ കിട്ടി അല്ലേ? 65, 64, 56, 54, 46, 45 എങ്ങനെ 6 സംഖ്യകൾ കിട്ടി. ഇനി 7 കൂടെ ഉൾപ്പെടുത്തുമ്പോൾ ഉണ്ടാക്കാവുന്ന സംഖ്യകൾ നോക്കാം. 76, 75, 74, 67, 57, 47. മക്കളെ, 7 കൂടെ ഉൾപ്പെടുത്തിയപ്പോൾ വീണ്ടും നമുക്ക് 6 സംഖ്യകൾ കിട്ടി അല്ലേ? അപ്പോൾ ഇനി നോക്കൂ, ഒരു ചോദ്യമുണ്ട് താഴെ. ഹൗ മെനി നമ്പേഴ്സ് ഡിഡ് യു ഗെറ്റ്? എത്ര സംഖ്യകൾ കിട്ടി? അപ്പോൾ ടോട്ടൽ എത്ര സംഖ്യകൾ? 6 6 12 സംഖ്യകൾ കിട്ടി. വർക്ക്ഷീറ്റ് 75. ആഡ് ആൻഡ് സബ്ട്രാക്ട്. കൂട്ടിയും കുറച്ചും. ആഡ് ആൻഡ് സബ്ട്രാക്ട് ടു റീച്ച് ദ ലാസ്റ്റ് ബോക്സ്. കൂട്ടിയും കുറച്ചും അവസാന കളത്തിലെത്തൂ. ഒരെണ്ണം അവിടെ തന്നിട്ടുണ്ട്. 98നോട് -12 കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും? 86 കിട്ടും. ഇനി 86നോട് 10 ആഡ് ചെയ്യണം. അപ്പോൾ എത്ര കിട്ടും? 96 കിട്ടും. ഇതുപോലെ കൂട്ടിയും കുറച്ചും ഈ പ്രവർത്തനം കംപ്ലീറ്റ് ചെയ്യുക. നെക്സ്റ്റ് നോക്കൂ, ഫിൽ ഇൻ ദ എംപ്റ്റി ബോക്സസ്. ഒഴിഞ്ഞ കളങ്ങൾ പൂരിപ്പിക്കൂ. ഇവിടെ ഒഴിഞ്ഞുകിടക്കുന്ന കളങ്ങൾ പൂരിപ്പിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ആദ്യം 89ൽ നിന്നുള്ള കുറയ്ക്കൽ. 89 - 11 = 78. 89 - 22 = 67. 89 - 33 = 56. 89 - 44 = 45. 89 - 55 = 34. 89 - 66 = 23. 89 - 77 = 12. രണ്ടാമത് 90ൽ നിന്നുള്ള കുറയ്ക്കൽ, അതായത് 90ൽ നിന്നുള്ള കുറയ്ക്കൽ. 90 - 11 = 79.
90 minus 22 equal to 68. 90 minus 33 equal to 57. 90 minus 44 equal to 46. 90 minus 55 equal to 35. 90 minus 66 equal to 24. 90 minus 77 equal to 13. What I found out, ഞാൻ കണ്ടെത്തിയത്, the number to be subtracted increases by 11 each time. കുറയ്ക്കേണ്ട സംഖ്യ ഓരോ തവണയും 11 വീതം കൂടുന്നു. Therefore, the answer decreases by 11. അതുകൊണ്ട് ഉത്തരം 11 വീതം കുറഞ്ഞു വരുന്നു. In the second set, the same numbers from the first set are subtracted from 90. രണ്ടാമത്തെ സെറ്റിൽ 90-ൽ നിന്ന് ആദ്യ സെറ്റിൽ കുറച്ച അതേ സംഖ്യകളാണ് കുറയ്ക്കുന്നത്. Therefore, the answer increased by 1. അതുകൊണ്ട് ഉത്തരത്തിൽ 1 കൂടുന്നു. വർക്ക്ഷീറ്റ് 76. റൈറ്റ് ദ ആൻസേഴ്സ്. ഉത്തരം എഴുതാം. ഫൈൻഡ് ഔട്ട് ദ ആൻസേഴ്സ് ആൻഡ് റൈറ്റ് ദം. ഉത്തരം കണ്ടെത്തി എഴുതാം. 35നോട് 35 ആഡ് ചെയ്യുമ്പോൾ 70 കിട്ടും. അടുത്ത കോളത്തിൽ നോക്കൂ. 70-ൽ നിന്ന് 35 സബ്ട്രാക്റ്റ് ചെയ്താൽ 35 കിട്ടും. അടുത്ത് നോക്കൂ. 36നോട് 34 ആഡ് ചെയ്താൽ 70 കിട്ടും. അടുത്ത കോളത്തിൽ 70-ൽ നിന്ന് 36 സബ്ട്രാക്റ്റ് ചെയ്താൽ 34 കിട്ടും. മൂന്നാമത്തെ വരിയിലെ കണക്കുകൾ നോക്കാം. 37നോട് 33 ആഡ് ചെയ്യുമ്പോൾ 70 കിട്ടും. അടുത്ത കോളത്തിൽ 70യോട് 37 സബ്ട്രാക്റ്റ് ചെയ്യുമ്പോൾ 33 കിട്ടും. അപ്പോൾ ബാക്കിയുള്ളത് ഇതേ രീതിയിൽ കളങ്ങൾ പൂർത്തിയാക്കുക. മക്കളെ ഇവിടെ നോക്കൂ. 35, 36, 37, 38 ഇങ്ങനെ 1 വീതം കൂടിക്കൂടി വരുന്നു. ഇവിടെ നോക്കൂ. 35, 34, 33, 32 എന്നിങ്ങനെ 1 വീതം കുറഞ്ഞു കുറഞ്ഞു വരുന്നു. ഇവിടെ കിട്ടിയ ഉത്തരമെല്ലാം 70 ആണ്. രണ്ടാമത്തെ കോളത്തിൽ ചെയ്തിരിക്കുന്ന ക്രിയകളുടെ പ്രത്യേകതകൾ നോക്കാം. 70-ൽ നിന്നാണ് സബ്ട്രാക്റ്റ് ചെയ്യേണ്ടത്. 35-ൽ തുടങ്ങി 1 വീതം കൂടിക്കൂടി വരുന്ന സംഖ്യകളാണ് 70-ൽ നിന്ന് സബ്ട്രാക്റ്റ് ചെയ്യേണ്ടത്. അതായത് 35, 36, 37, 38, 39 എന്നിങ്ങനെ പോകും. ഉത്തരമായി കിട്ടുന്ന സംഖ്യകൾ 35-ൽ നിന്ന് 1 കുറഞ്ഞ് 34, 34-ൽ നിന്ന് 1 കുറഞ്ഞ് 33 എന്നിങ്ങനെ വരുന്നു. നെക്സ്റ്റ് ആക്ടിവിറ്റി വർക്ക്ഷീറ്റ് 77. ട്രൂ ഓർ ഫാൾസ്. വിച്ച് ഓഫ് ദീസ് ആർ ഫാൾസ്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതൊക്കെയാണ് തെറ്റ്? മക്കളെ, 2 സംഖ്യകൾക്കിടയിൽ എത്ര സംഖ്യകളുണ്ടെന്ന് കണ്ടെത്താനാണ് ഇവിടെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. നമുക്ക് ഓരോന്നായി പരിശോധിക്കാം. ക്വസ്റ്റ്യൻ എ. There are 11 numbers between 25 and 35. 25-നും 35-നും ഇടയിൽ 11 സംഖ്യകളുണ്ട് എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ശരിയാണോ? 35-നും 25-നും ഇടയിൽ 9 സംഖ്യകളാണ് ഉള്ളത്. അപ്പോൾ ഇത് ഫാൾസ് ആണ്, തെറ്റാണ്. അത് ക്വസ്റ്റ്യൻ നമ്പർ ബി നോക്കാം. There are 9 numbers between 35 and 45. 35-നും 45-നും ഇടയിൽ 9 സംഖ്യകളുണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് ശരിയാണോ? മക്കളെ, 35-നും 45-നും ഇടയിൽ 9 സംഖ്യകളുണ്ട്. ഈ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണ്. അടുത്ത നോക്കൂ. There are 10 numbers between 46 and 55. 46-നും 55-നും ഇടയിൽ 10 നമ്പേഴ്സ് ഉണ്ടെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ശരിയാണോ തെറ്റാണോ എന്ന് നോക്കാം. നോക്കൂ മക്കളെ. 46-നും 55-നും ഇടയിൽ 8 സംഖ്യകളാണ് വരുന്നത്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് ഫാൾസ് ആണ്, തെറ്റാണ്. ക്വസ്റ്റ്യൻ ഡി. There are 9 numbers between 55 and 64. 55-നും 64-നും ഇടയിൽ 9 നമ്പേഴ്സ് ഉണ്ടെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണോ തെറ്റാണോ എന്ന് നോക്കാം. നോക്കൂ മക്കളെ. 55-നും 64-നും ഇടയിൽ 8 നമ്പേഴ്സാണ് ഉള്ളത്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് ഫാൾസ് ആണ്. നെക്സ്റ്റ്, ഫൈൻഡ് ദ ഡിഫറൻസ്. വ്യത്യാസം കണ്ടെത്താം. 70 മൈനസ് 36 ഈക്വൽ ടു 34. സെക്കൻഡ് കോളത്തിലെ ക്രിയ നോക്കൂ. 70-ൽ നിന്ന് 1 കുറഞ്ഞതാണ് 69, മൈനസ് 36-ൽ നിന്ന് 1 കുറഞ്ഞതാണ് 35 അല്ലേ? ഈക്വൽ ടു എത്രയാ? 34. മക്കളെ, 70-ൽ നിന്ന് 36 കുറയ്ക്കുമ്പോൾ 34 കിട്ടും. അതുപോലെ തന്നെയാണ് 69-ൽ നിന്ന് 35 കുറയ്ക്കുമ്പോഴും ആൻസർ എന്ത് തന്നെയായിരിക്കും? 34 തന്നെയായിരിക്കും.
അതുപോലെ ബാക്കി കണക്കുകൾ നമുക്ക് ചെയ്യാം. 60 മൈനസ് 44 ഈക്വൽ ടു 16. അതുപോലെ തന്നെയാണ് 59ൽ നിന്ന് 43 മൈനസ് ചെയ്താലും ആൻസർ 16 ആയിരിക്കും. അടുത്ത് നോക്കൂ, 50 മൈനസ് 21 ഈക്വൽ ടു 29. 49 മൈനസ് 20 ഈക്വൽ ടു 29. 40 മൈനസ് 28 ഈക്വൽ ടു 12. 39 മൈനസ് 27 ഈക്വൽ ടു 12. 30 മൈനസ് 17 ഈക്വൽ ടു 13. 29 മൈനസ് 16 ഈക്വൽ ടു 13. വർക്ക്ഷീറ്റ് 78. ലീപ് അഹെഡ്. മുന്നോട്ട് ചാടുക. ഫ്രം 45 ടു 83. 45ൽ നിന്ന് 83ലേക്ക് നോക്കൂ മക്കളെ. ഒരെണ്ണം എങ്ങനെ ചെയ്യണമെന്ന് തന്നിട്ടുണ്ട്, നോക്കാം. 45 അതിനോട് 5 ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 50 കിട്ടും അല്ലേ? അടുത്ത 50യോട് എത്ര ആഡ് ചെയ്യാനാണ് അവിടെ കൊടുത്തിട്ടുള്ളത്? 30 ആഡ് ചെയ്യാനാണ് അവിടെ നൽകിയിട്ടുള്ളത്. അപ്പോൾ 50 പ്ലസ് 30 ആഡ് ചെയ്യുമ്പോൾ 80 കിട്ടും. അടുത്ത് 80യോട് 3 ആഡ് ചെയ്യുക. അപ്പോൾ 83 എന്ന സംഖ്യ ആഡ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. 80 പ്ലസ് 3 ഈക്വൽ ടു എത്ര കിട്ടും? 83. അടുത്തെന്താ അവിടെ എഴുതിയിരിക്കുന്നത്? ആഡ്, കൂട്ടിയ സംഖ്യകളാണ് അവിടെ എഴുതിയിരിക്കുന്നത്. 5 പ്ലസ് 30 പ്ലസ് 3 ഈക്വൽ ടു 38. നെക്സ്റ്റ് ചെയ്യേണ്ടത് നോക്കൂ. ഫ്രം 66 ടു 92. 66 മുതൽ 92 വരെ. ഇവിടെ 66ൽ നിന്ന് തുടങ്ങുന്നു അല്ലേ? ഓരോ ഘട്ടത്തിലും എത്ര കൂട്ടിയാലാണ് അടുത്ത സംഖ്യയിൽ എത്തുക എന്ന് നോക്കാം. 66നോട് ഏതോ ഒരു സംഖ്യ കൂട്ടുമ്പോൾ എത്ര കിട്ടും? 70 കിട്ടും അല്ലേ? അപ്പോൾ ഏത് സംഖ്യ ആയിരിക്കും? 4 കൂട്ടുമ്പോൾ എത്ര കിട്ടും? 70 കിട്ടും. അടുത്ത 70യോട് ഏതോ ഒരു സംഖ്യ കൂട്ടുമ്പോൾ 90 കിട്ടും. ഏത് സംഖ്യയാണ്? 20. അടുത്ത 90യോട് ഏതോ ഒരു സംഖ്യ കൂട്ടുമ്പോൾ 92 കിട്ടും. ഏത് സംഖ്യയാണ്? 2 എന്ന സംഖ്യ. നമുക്ക് എഴുതി കൂട്ടിയ സംഖ്യകളുണ്ടല്ലോ, നമ്മൾ ആഡ് ചെയ്ത് കൂട്ടിയ സംഖ്യകൾ, അതിനെ താഴെ എടുത്ത് എഴുതിയിട്ട് ടോട്ടൽ എത്രയാണ് കൂട്ടിയതെന്ന് കണ്ടുപിടിക്കാം. 4 പ്ലസ് 20 പ്ലസ് 2 ഈക്വൽ ടു 26. ടോട്ടൽ നമ്മൾ കൂട്ടി എഴുതിയത് എത്രയാണ്? 26. 66നോട് ഈ 26 കൂട്ടിയാൽ 92 കിട്ടും. ഫ്രം 28 ടു 54. 28ൽ നിന്ന് 54ലേക്ക്. 28നോട് ഏതോ ഒരു സംഖ്യ കൂട്ടുമ്പോൾ 30 കിട്ടും. ഏത് സംഖ്യയാണത്? 2. അത് 30യോട് ഏതോ ഒരു സംഖ്യ കൂട്ടുമ്പോൾ 50 കിട്ടും. ഏത് സംഖ്യയാണത്? 20. 30യോട് 20 കൂട്ടുമ്പോൾ 50 കിട്ടും. അടുത്ത് നോക്കൂ, 50യോട് ഏതോ ഒരു സംഖ്യ കൂട്ടുമ്പോൾ 54 കിട്ടും. ഏത് സംഖ്യയാണ്? 50യോട് 4 കൂട്ടുമ്പോൾ 54 കിട്ടും. താഴെയുള്ള ബോക്സിൽ നാം കൂട്ടി എഴുതിയ സംഖ്യകളെ ഒരുമിച്ച് കൂട്ടി എഴുതാം. 2 പ്ലസ് 20 പ്ലസ് 4 ഈക്വൽ ടു 26. നെക്സ്റ്റ് ആക്ടിവിറ്റി വർക്ക്ഷീറ്റ് 79. റൈറ്റ് ഇൻ ഓർഡർ. ക്രമത്തിലാക്കാം. മക്കളെ, ഈ ആക്ടിവിറ്റി ചെയ്യാൻ നിങ്ങൾ തന്നിരിക്കുന്ന സംഖ്യകൾ ചെറുതിൽ നിന്ന് വലുതിലേക്കോ അല്ലെങ്കിൽ വലുതിൽ നിന്ന് ചെറുതിലേക്കോ ക്രമത്തിൽ എഴുതാം. മക്കളെ, ഞാനിവിടെ എഴുതിയിരിക്കുന്നത് തന്നിരിക്കുന്ന സംഖ്യകളെ ചെറുതിൽ നിന്ന് വലുതിലേക്കാണ് ക്രമത്തിൽ എഴുതിയിട്ടുള്ളത്. നോക്കൂ മക്കളെ, ഇവിടെ തന്നിട്ടുള്ള നമ്പേഴ്സ് നോക്കൂ. 16, 24, 26, 22, 20, 18. അതിനെ ടീച്ചർ ക്രമത്തിലാക്കി ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതിയിരിക്കുന്നു. 16, 18, 20, 22, 24, 26. ഇതുപോലെ തന്നെ ബാക്കിയും ചെയ്തിട്ടുണ്ട്. വർക്ക്ഷീറ്റ് 80. റൈറ്റ് ദ നമ്പേഴ്സ്. സംഖ്യ എഴുതാം. 1, 2, 3, 4 എന്നിങ്ങനെ 4 സംഖ്യകൾ ഇവിടെ തന്നിട്ടുണ്ട്. നോക്കൂ. യൂസിങ് ദ നമ്പേഴ്സ് ഓൺ ദ കാർഡ്സ് റൈറ്റ് ദ 2-digit നമ്പേഴ്സ് യു ഫോംഡ് വിത്തൗട്ട് റിപ്പീറ്റിംഗ് ദ ഡിജിറ്റ്സ്. ഈ സംഖ്യാ കാർഡുകൾ, അതായത് 1, 2, 3, 4, ഈ സംഖ്യാ കാർഡുകൾ ഉപയോഗിച്ച് ഏതെല്ലാം രണ്ടക്ക സംഖ്യകൾ ഉണ്ടാക്കാം. ഒരു സംഖ്യയിൽ ഒരേ അക്കങ്ങൾ ആവർത്തിക്കരുത്. എഴുതി നോക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഏതൊക്കെ രണ്ടക്ക സംഖ്യകൾ കിട്ടുമെന്ന് നോക്കാം. 12, 13, 14, 21, 23, 24, 31, 32, 34, 41, 42, 43. 1, 2, 3, 4 ഈ സംഖ്യാ കാർഡുകൾ ഉപയോഗിച്ച്
സംഖ്യകൾ ആവർത്തിക്കാതെ ഉണ്ടാക്കാവുന്ന 12 രണ്ടക്ക സംഖ്യകൾ ഉണ്ട്. മക്കളെ, ഇതോടുകൂടി ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ അവസാനിച്ചു. വീണ്ടും കാണാം. നന്ദി.